നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ മാത്രം പ്രത്യേകത നമ്മുടെ സാമാന്യ ബുദ്ധിയെ CPIM എന്ന രാഷ്ട്രീയ പാർട്ടി വിലക്കെടുത്തിരിക്കുന്നു എന്നതാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മറുനാടനിലെ മനുജ മൈത്രിയോട് സംസാരിച്ചപ്പോൾ മനുജ എന്നോട് ചോദിക്കുകയാണ്, സാർ ട്രെൻഡൊക്കെ മാറി വരികയാണല്ലോ, സാഹചര്യങ്ങൾ ഇടതിന് അനുകൂലമാവുന്നില്ല എന്ന്. കടുത്ത CPM വിരുദ്ധ നിലപാടുള്ള എസൻസ് ഗ്ലോബലിൻ്റെ നേതാവാണ് മനുജ മൈത്രി. ഓർക്കണം, എസൻസ് എന്ന് പറയുന്നത് സ്വതന്ത്ര ചിന്താഗതിയുള്ളവരാണ്. ആ മനുജയെ പോലും സ്വാധീനിക്കാൻ CPMൻ്റെ ഇപ്പോഴത്തെ സൈബർ ലിഞ്ചിങ്ങിന് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഈ ലിഞ്ചിങ് എന്ന് ബോധപൂർവം പറഞ്ഞതാണ്. നമ്മുടെ സാമാന്യ ബുദ്ധിയെ ഇവർ ലിഞ്ച് ചെയ്യുകയാണ്. എങ്ങനെയൊക്കെ പണം കൊടുത്ത് ഒരു സമൂഹത്തിൻ്റെ ബുദ്ധിയെ വിലയ്ക്ക് വാങ്ങാൻ കഴിയുമോ അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നു. അതിനുവേണ്ടി CPM എടുത്തിരിക്കുന്നൊരു സംവിധാനമുണ്ട്. അവർ സകല പത്രങ്ങൾക്കും വാരിക്കൊരു പരസ്യം കൊടുത്തു, സകല ചാനലുകൾക്കും കൊടുത്തു, സോഷ്യൽ മീഡിയയ്ക്കും കൊടുത്തു. അതായത് നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവർ പണം തരും. ആ പണം നിങ്ങൾക്ക് കൈപ്പറ്റുമ്പോൾ നിങ്ങൾക്ക് ഇവർക്ക് അനുകൂലമായ നിലപാടെടുക്കേണ്ടി വരും. ചാനലുകളിലും പത്രങ്ങളിലും പരസ്യം മാത്രമല്ല, അവരുടെ പരിപാടികൾക്കകത്ത് കയറ്റാനുള്ള പണമാണ്. 217 കോടി രൂപയാണ് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ഖജനാവിൽ നിന്ന് മാറ്റിവെച്ചിരിക്കുന്നത്. ഞാൻ ഇന്നലെ കണക്ക് പുറത്തുവിട്ടിരുന്നു. 217 കോടി രൂപ. ഈ കോടികൾ അവർ സ്വാധീനമുള്ളവർക്ക് വീതിച്ചു കൊടുത്തിരിക്കുന്നു. ഈ പണത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും രക്ഷപ്പെടുക പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അനുകൂലമല്ലാത്ത ഒന്നും ചർച്ചയാവില്ല. സോഷ്യൽ മീഡിയ അൽഗോരിതം എന്ന് പറയുന്നത് പോലെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അൽഗോരിതം അവർ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഈ അൽഗോരിതത്തെ അവർ നിയന്ത്രിക്കുന്നു. അവർക്ക് അനുകൂലമാവാൻ സാധ്യതയുള്ള ചീള് കേസുകൾ പോലും വലിയ സംഭവമായി മാറും. പ്രതിഭയുടെ കാര്യം അങ്ങനെയാണ്. ഇവിടുത്തെ CPM നേതാക്കൾ ഓടി നടന്ന് സകല സ്ത്രീകളെയും അപമാനിക്കുകയാണ്. പക്ഷെ ഇവിടെ ഏതോ ഒരു ഞരമ്പൻ, ഒരു പ്രാദേശിക ഞരമ്പൻ എന്തോ വിഡ്ഢിത്തം പറഞ്ഞതിൻ്റെ പേരിൽ ചെയ്യാവുന്നത് മുഴുവൻ ചെയ്ത് അയാളെ പുറത്താക്കി, നടപടിയെടുത്തു, കേസും എടുത്തു, മാപ്പം പറഞ്ഞു. എന്നിട്ടും അത് വലിയ സംഭവമാക്കി നിർത്തുകയാണ്, പൊട്ടിക്കരയുകയാണ്. ഒരു കരിങ്കൊടി കണ്ടപ്പോൾ കഴുത്തുളുക്കാണെന്ന് പറഞ്ഞ് ICUവിൽ പ്രവേശിപ്പിച്ചു മന്ത്രി. ഈ ചെയ്യുന്ന പ്രവർത്തിക്കൊക്കെ പ്രൊമോഷൻ കൊടുക്കുന്നതും മഹത്വവൽക്കരിക്കുന്നതും പണം കൈപ്പറ്റിയിരിക്കുന്ന ഈ സംവിധാനങ്ങളെല്ലാമാണ് ചർച്ചയാക്കുന്നു ചാനലുകൾ. ഇതൊരു വല്ലാത്തൊരു അന്തരീക്ഷമാണ്. സത്യം ഒരു തരത്തിലും ആളുകളുടെ മുമ്പിലേക്ക് എത്തുന്നില്ല. ജനങ്ങളുടെ ബുദ്ധിയെ എങ്ങനെയൊക്കെ സ്വാധീനിക്കാമോ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വരുന്നു, എല്ലാ സർവേകളും ഇടതനുകൂലം. ഞാൻ ഈ വാർത്ത കണ്ട് ഏത് സർവേ? ഞാനൊരു സർവേയും കണ്ടില്ല. പിന്നീട് നോക്കുമ്പോൾ ഇതേ വാർത്ത ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകളിൽ, ഇവിടുത്തെ മനോരമ അടക്കമുള്ള പത്രങ്ങളിൽ, സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാർത്ത പോലും പെയ്ഡാണ്. അതായത് ഇടതുമുന്നണിക്ക് അനുകൂലമായി സർവേകൾ ഉണ്ട് എന്ന ഒരു സാങ്കല്പിക വാർത്തയുണ്ടാക്കി എല്ലാ പത്രങ്ങളും കൊടുക്കുന്നു. ആളുകൾ ഏത് സർവേ നോക്കില്ല, സത്യമാണെന്ന് കരുതും. അങ്ങനെ എങ്ങനെയൊക്കെ ജനത്തിൻ്റെ ബുദ്ധിയെ സ്വാധീനിക്കാമോ, ഹൈജാക്ക് ചെയ്യാമോ അങ്ങനെയൊക്കെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിന് മുമ്പ് തന്നെ തുടങ്ങിയ ഈ ഹോർഡിങ്സുകളുടെ ഒരു ബഹളമുണ്ട്. അതായത് നമ്മുടെ ഖജനാവിലെ പണം എടുത്തുകൊണ്ട് നാട് നീളെ LDF അല്ലാതെ ആരുണ്ട് എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ തരത്തിൽ നാട് നീളെ ഫ്ലെക്സുകൾ വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെടുന്നത്? വലിയ സ്വർണ്ണക്കടകൾ, വലിയ തുണിക്കടകൾ, വലിയ സ്ഥാപനങ്ങൾ ഫ്ലെക്സ് വെച്ചിരുന്നിടത്തൊക്കെ ആ ഫ്ലെക്സുകൾ മാറി. കാരണം അവരുടെ ഇടം ഇവർക്ക് കൊടുക്കേണ്ടി വന്നു. ദീർഘകാലത്തേക്ക് ബുക്ക് ചെയ്തിരിക്കുന്നതാണ്. അതിന് പണം അതേ കമ്പനികൾ കൊടുക്കും. അവിടേക്ക് ഖജനാവിലെ പണം എടുക്കാൻ തികയുന്നില്ലെങ്കിൽ ഇതേ കമ്പനികൾ ആ പണം കൊടുക്കും. എൻ്റെ അവിടേക്ക് CPMൻ്റെ ഫ്ലെക്സ് വരികയാണ്. വളരെ ഗൗരവമേറിയൊരു വിഷയത്തിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഈ അവസ്ഥയെക്കുറിച്ച് എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു സക്കറിയ പൊൻകുന്ന് എന്ന ഫോട്ടോഗ്രാഫർ. അദ്ദേഹം ഈ ഫ്ലെക്സ് കണ്ടതിനെ കുറിച്ച് പറഞ്ഞത് ആ വോയിസ് കൂടി കേൾക്കുക. ഓ എന്റെ പൊന്നോ, പിണറായി സഖാവിന്റെ ഹോർഡിങ്സ് മുഖം വെച്ചുള്ള മറ്റാരുണ്ട് LDF അല്ലാതെ എന്നുള്ളത് ഇവിടെയൊക്കെ കണ്ടു. പക്ഷെ ഇന്ന് ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, എറണാകുളം വഴിക്കോട്ട് ഇറങ്ങി വരണം എയർപോർട്ടിൽ നിന്ന്, അപ്പോൾ കാണാം അവിടെയുള്ള കമ്പനികളുടെ സകല ഹോർഡിങ്സും സഖാവ് കീഴടക്കിയിരിക്കുക. സകല ഹോർഡിങ്സിൽ ഇടതും വലതും തിരിയാതെ. അതിങ്ങ് വന്നുവന്ന് ഞാൻ നോക്കിയിട്ട് എവിടെ എറണാകുളത്ത് നോക്കി ഇങ്ങനെ പോന്നിട്ട് സിറ്റിയിലൊക്കെ മുഴുവൻ സ്ഥലത്തും അതെ, എല്ലാ ബോർഡുകളും തന്നെ ഇതിനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ആ തൃപ്പൂണിത്തുറയൊക്കെ കഴിയുമ്പോൾ ആ അമ്പലത്തിന്റെ അവിടെ ഭയങ്കര ഒരു ബോർഡുണ്ടായിരുന്നു, ചീമാട്ടിയുടെ ഒക്കെ പരസ്യമായിട്ട്. അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇതങ്ങ് വെച്ചിരിക്കും. മറ്റാരുണ്ടു LDF അല്ലാതെ? സത്യമാകട്ടോ, വേറെ ആരും ഉണ്ടില്ല. LDF മാത്രമേ ഉണ്ടുള്ളൂ. ഈ 10 വർഷമാരുണ്ട്, അത്രയും വേറെ ആരും ഉണ്ടിട്ടില്ല. മറ്റാരുണ്ട്? ഒരുത്തർക്കും ഉണ്ണാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇതൊരു
ഇതൊരു ധനധൂർത്ത് തന്നെയാകട്ടെ, പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു മര്യാദ എല്ലാ കാര്യങ്ങൾക്കും വേണം. അത് ഇലക്ഷനായാലും രാഷ്ട്രീയ പ്രവർത്തനമായാലും ഏത് കാര്യമായാലും ഒരു സാമാന്യ മര്യാദയുണ്ട്. ജനങ്ങളെ പുച്ഛിക്കാൻ പാടില്ല. ഇത് ശരിക്കും ജനങ്ങളെ പരിഹസിക്കുക. ഇതുപോലെയൊക്കെ ദൂർത്ത് കാണിക്കാവും. എറണാകുളം സിറ്റിയിലൊക്കെ ഇറങ്ങി നോക്കിക്കുക, മുഴുവൻ ഈ ഒരു സംഭവമുള്ളൂ. എനിക്ക് അസൂയ കൊണ്ടൊന്നും ഞാൻ പറയുന്നതല്ല. ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിന്റെ പണം എവിടുന്ന്? എത്രയായിരം കോടി രൂപ വേണം ഇങ്ങനെ ചെയ്യണമെങ്കിൽ. ഇതിനും ഇത്ര വലിയ ഈ ബോർഡുകൾ മുഴുവൻ സ്ഥാപിക്കണമെങ്കിൽ ഇതെല്ലാം ചുമ്മാ ചെയ്ത് കൊടുക്കൂ. എവിടുന്നാണ് ഈ പണം? അതൊന്ന് അന്വേഷിക്കണ്ടേ? ഇവിടുത്തെ മാധ്യമങ്ങൾ എവിടെയാ? ഒരൊറ്റ മാധ്യമങ്ങൾ ഇത് കാണിക്കുവോ, ഇതിനെക്കുറിച്ചൊരു ചർച്ച നടത്തുകയോ ചെയ്ത് ഞാൻ കണ്ടില്ല. എന്താ ഇവർക്കൊക്കെ അതിന് ബുദ്ധിമുട്ട്? എനിക്ക് ബുദ്ധിമുട്ട് തോന്നി ഇന്ന് സത്യമായിട്ട്. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ മെസ്സേജ് ഇടുന്നത്. സത്യമായിട്ടും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഒരിക്കലും. അവിടെ ഇവിടെയൊക്കെ ഒരു ബോർഡ് കാണും, അത് സ്വാഭാവികം. പക്ഷേ ഇന്ന് ഞാൻ നെടുമ്പാശ്ശേരി മുതൽ എറണാകുളം മുതൽ ഇവിടം വരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇത് തികച്ചും ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. ഇതിന്റെ പണം എവിടെ നിന്നാണ്? ഇതിന്റെ വരുമാനം? ഇതാരാണ് ഇത് വഹിക്കുന്നത്? അന്വേഷിച്ച് മതിയാകും. ഈ കേരള ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയും ഒരു പാർട്ടിയും ഈ രീതി കാണിച്ചിട്ടില്ല. അപ്പൊ ഓരോ സ്ഥലത്തും എന്തായിരിക്കും അവസ്ഥ? കേരളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള അവസ്ഥ എന്നതായിരിക്കും? ഇതൊരു ഭീകര വാഴ്ചയാണ് കേട്ടോ. ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ സർവനാശത്തിലെത്തും, ഈ വാഴ്ച അവസാനിപ്പിച്ചില്ലെങ്കിൽ. അങ്ങനെ ഒരു വശത്ത് ഇത്തരത്തിൽ നമ്മുടെ ചിന്താശക്തിയെ തന്നെ ഇവർ വിലക്കെടുക്കുമ്പോൾ, മറുവശത്ത് ആരെങ്കിലും ഇവർക്കെതിരായോ അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് അനുകൂലമായോ നിലപാടെടുത്താൽ സൈബർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അത് നീക്കം ചെയ്യുകയാണ്. നേരത്തെ കേസെടുക്കുകയായിരുന്നു. ഇപ്പൊ കേസെടുക്കാൻ അവർക്ക് പറ്റില്ല. കാരണം കേസെടുത്താൽ കേസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തൽക്കാലം ആരെയും വേട്ടയാടാൻ പറ്റില്ല. എന്നാൽ സൈബർ പോലീസ് എന്ത് ചെയ്യുന്നു? നേരെ മെറ്റയ്ക്കും ഗൂഗിളിനുമൊക്കെ കത്തയക്കും. ഇത് ഇന്ത്യൻ ഇൻഫർമേഷൻ ആക്ടിലെ ഇന്ന സെക്ഷൻ അനുസരിച്ച് നിയമവിരുദ്ധമാണ്, നീക്കം ചെയ്യണം. ഇപ്പൊ ഇതിന്റെ പുറകെ നടക്കാനാണ് അവർക്ക് സമയം. അവരത് നീക്കം ചെയ്യും. നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മനോരമ ന്യൂസിന് കൊടുത്തൊരു അഭിമുഖം, 1 മണിക്കൂർ നീണ്ട അഭിമുഖം, അത് നീക്കം ചെയ്തു. നോക്കൂ, പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ വിമർശിച്ചപ്പോൾ അത് ജനങ്ങൾ വിശ്വസിക്കുമെന്ന് ഭയന്ന് അത് മെറ്റയ്ക്ക് കത്തയച്ച് നീക്കം ചെയ്തു. ഇപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കാണിക്കുന്നത് ഈ രാജ്യത്ത് അത് ലഭ്യമല്ലെന്നാണ്. എന്ന് വെച്ചാൽ നീക്കം ചെയ്യാൻ ഈ രാജ്യത്തെ നിയമം ഇവിടെ മാത്രം ബാധകമുള്ളൂ. നിങ്ങൾക്ക് അമേരിക്കയിലോ ബ്രിട്ടനിലോ ഗൾഫിലോ ഒക്കെ കാണാം. പക്ഷെ വോട്ട് ചെയ്യുന്ന ഇവിടെയാണ്. ഇന്ത്യയിൽ അത് ബാധിക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ അറിയാലോ, മറുനാടൻ TV ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി സാവകാശമാണ്, പ്രതീക്ഷിച്ചത്രയും വേഗത്തിലല്ല. നിർമ്മിതി ബുദ്ധിയുടെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒരു എന്റർടൈൻമെന്റ് ചാനലാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായി കുറെ റീൽസ് വിടുന്നുണ്ട്. അതിലൊരു റീൽസ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതാക്കൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി വടംവലി നടത്തുന്നതിനെ കുറിച്ചാണ്. ആ ഒരു റീൽസ് നീക്കം ചെയ്തു മെറ്റ. എന്താ കാര്യം? കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും മുഖ്യമന്ത്രി ആവും എന്ന ഒരു ചർച്ച പോലും CPM ഇഷ്ടമല്ല. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടതാണ്. കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. േടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ ഏകാന്ത ചന്ദ്രിക തേടുന്നതെന്തിനോ. നോക്കൂ എങ്ങനെയാണ് നമ്മൾ റിയൽ മനുഷ്യരുടെ അൽഗോരിതം മാറ്റിമറിക്കുന്നത് എന്ന്. അതായത് നമുക്ക് ചുറ്റും ലഭ്യമായിരിക്കുന്ന എല്ലാ വിവരങ്ങളും അവർക്ക് അനുകൂലമാക്കുന്നു. തുടർഭരണം ഉണ്ടാകുമെന്ന തരത്തിൽ ഒരു ട്രെൻഡ് സൃഷ്ടിക്കുന്നു. അവർക്ക് സഹതാപ തരംഗം വിട്ടാൻ പ്രതിഭമാരെ സൃഷ്ടിക്കുന്നു. അവർക്കെതിരെ പറയുന്നതൊക്കെ നീക്കം ചെയ്യുന്നു. അവിശ്വസനീയമാണ്. ഈ കാലത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യവും ഭരണഘടനയും ഒക്കെ പറയുന്ന കാലത്ത് പണം കൊടുത്ത് പിണറായി വിജയൻ ചെയ്തു കൂട്ടുന്ന പണികൾ അവിശ്വസനീയമാണ്. അതേസമയം ബാർ ഉടമകൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുക. പുതിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. കാരണം അത്തരക്കാരിൽ നിന്ന് പണം കൈപ്പറ്റുന്നത് കോടിക്കണക്കിന് രൂപ പലരിൽ നിന്നും ശേഖരിച്ച് ഖജനാവിൽ നിന്നും പണം കൊള്ളയടിച്ച്
നമ്മുടെ ചിന്താശക്തിയെ ഹൈജാക്ക് ചെയ്ത് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തി ഇവർ തുടർഭരണത്തിന് ശ്രമിക്കും. ഇത്തരമൊരു തുടർഭരണം വേണോ? ഖജനാവിനെ നശിപ്പിക്കുന്ന, വികസനമില്ലാത്ത എല്ലാത്തരം നുണകളെയും അവർക്ക് അനുകൂലമാക്കി മാറ്റുന്ന, അവരുടെ വിമർശനങ്ങൾ നുണകളാക്കി മാറ്റുന്ന, നമ്മുടെ ഭരണഘടനാപരമായി നമ്മുടെ പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്ന പരമാധികാരത്തെ റദ്ദ് ചെയ്യുന്ന ഈ തുടർഭരണം വേണോ? ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ നിർണായകമായ വിഷയം. ഈ കണിയിൽ നമ്മൾ വീണു പോവരുത്. ഇതൊരു ഭീകരാവസ്ഥയാണ്. ഈ കണിയെ തിരിച്ചറിഞ്ഞ് ഇങ്ങനെ നമ്മുടെ ബുദ്ധിയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന, നമ്മളെ റദ്ദ് ചെയ്യാൻ ശ്രമിക്കുന്ന, നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഈ സർക്കാരിനെതിരെ വിധി എഴുതാൻ നിങ്ങൾ ധൈര്യത്തോടെ മുമ്പോട്ട് വരണം. ഇവർ തുടർന്നാൽ അപകടമാണ്. ഇത്തരം പ്രവണതകളാണ് ഹിറ്റ്ലർമാരെ സൃഷ്ടിക്കുന്നത്. ഇത്തരം പ്രവണതകളാണ് ഇറാനിലെയും പാകിസ്ഥാനിലെയും പോലെയുള്ള ഭരണകൂടങ്ങളെ സൃഷ്ടിക്കുന്നത്. ജാഗ്രതയുടെ സമയമാണ്. ജാഗ്രതയിൽ വിട്ടുവീഴ്ച ചെയ്താൽ അനുഭവിക്കാൻ പോകുന്നത് നമ്മളാവും.